കേരളത്തിൽ മറ്റൊരിടത്തും കാണാൻ കഴിയാത്ത ഓണാഘോഷ സമാപന കാഴ്ചയാണ് തൃശ്ശൂരിൽ നിന്നുമുള്ളത്. പുലികളി. മറ്റിടങ്ങളിലൊന്നും ഇത്ര ആവേശക്കാഴ്ച ഒരുക്കുന്ന പുലികളി ദൃശ്യങ്ങളൊന്നും കാണാനാവില്ല. അശ്വതിയുണ്ട്, ഒപ്പം തന്നെ ഷംനയും നമുക്കൊപ്പമുണ്ട്. അശ്വതി, ഈ തൃശ്ശൂരിലെ പുലികളി രാവിലെ അതിൻ്റെ ആവേശക്കാഴ്ചകളും ഒരുക്കങ്ങളും നമ്മൾ കണ്ടു. എങ്ങനെയാണ് അതിൻ്റെ ഒരു പുറത്തേക്ക് അവരുടെ ഒരു പുലികളി ആരംഭം, അതിൻ്റെ തുടക്കം അതെങ്ങനെയായിരിക്കും? ഇപ്പൊ ഒരു കാനാട്ടുകര ദേശത്തിനൊപ്പമാണ് ന്യൂസ് 18 ചേരുന്ന പ്രേക്ഷകരിലേക്ക് ഇവിടുത്തെ ആവേശം എത്തിക്കുകയാണ്. നമ്മളോടൊപ്പം ഒരു ഗംഭീര പുലിയുണ്ട്. ഗംഭീര പുലി. ഇത് കണ്ട പുലി ഗർജിക്കുന്ന പുലിയാണ്. എന്താണ് ചേട്ടാ, എങ്ങനെയുണ്ട് ഇത്തവണ പുലികളി? അടിപൊളി. വൈബ് എങ്ങനെയുണ്ട്? അടിപൊളി. ഇത് എത്ര കാലമായിട്ട് നമ്മള് പുലി? 36 വർഷമായി. 36? അപ്പൊ താങ്കൾക്ക് എത്ര വയസ്സുണ്ട്? എനിക്കിപ്പോ 50 വയസ്സാവണു. പറയില്ല കേട്ടോ. ഈ ഗംഭീര പുലിയാണ് ഇതാ പുലി. ചേട്ടാ, നമ്മള് മത്സരത്തിന് ഇറങ്ങുമ്പോ എന്തൊക്കെയാണ് ശ്രദ്ധിക്കാറ്? നമ്മളെ കളികള് ഒരു ആവേശമാണത്. അതിനുവേണ്ടി നമ്മൾ തയ്യാറെടുപ്പാണ് ചെയ്യണത്. നമ്മൾ ഇത്തവണ എത്ര പേര് ഇറക്കുന്നത്? എത്ര പുലികൾ? 51 പുലികളുണ്ട്. 51 പുലികളെയാണ് ഇറക്കുന്നത്. അതിലേതാ ഗംഭീര പുലിയാണ് നിൽക്കുന്നത്. ഇത് 2 ചരിത്രമാണ് കേട്ടോ. കേരളവർമ്മ കോളേജിലാണ് ഒരുക്കം നടക്കുന്നത്. അപ്പൊ 2 ചരിത്രമാണ്. പുലികളിയും കേരളവർമ്മ കോളേജും. ഒരു രക്ഷയില്ലാത്ത ആംബിയൻസ് ആണ്, ഒരു രക്ഷയില്ലാത്ത വൈബാണ് നടക്കുന്നത്. അപ്പൊ നമ്മൾ ഇറങ്ങിയ പുലി ആവേശം. ഇനി ഏകദേശം ഒരു നമ്മള് ചെണ്ടമേളമൊക്കെ വരുമ്പോഴേക്കും അടിപൊളിയാവും. ആ ഒരു ആവേശം അങ്ങോട്ട് കയറും അല്ലേ? സ്വരാജ് റോഡിലേക്ക് വരുമ്പോ ഒരു 6 മണിയാവും. 6 മണിയാവുമ്പോ അങ്ങേ അറ്റത്തേക്ക് എത്തും. മിനിസ്റ്റേഴ്സ് ഒക്കെ വന്നിട്ടുണ്ട് ഇങ്ങോട്ടേക്ക്. നമുക്ക് അവരുടെ പ്രതികരണത്തിലേക്ക് കൂടി ഒന്ന് പോകണം. നമുക്കൊന്ന് അകത്തോട്ടേക്ക് പോയാലോ? ഷംന വരൂ, നമുക്ക് അവരുടെ അടുത്തേക്ക് പോവാം. സജിത്ത്, വലിയ ആവേശം അത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ ഇപ്പോ മന്ത്രിമാരൊക്കെ ഇങ്ങോട്ടേക്ക് എത്തുന്ന കാഴ്ച നമുക്ക് കാണുന്നവർ നേരിട്ട് പുലികളുടെ അടുത്തേക്ക് എത്തുവാണ്.